നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി. എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യം സംസാരിക്കരുത്. ഒറ്റകളുടെ കരച്ചിലേ കാന്തൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. നോക്കുവാണെങ്കിൽ PR ഏജൻസികളെ കൊണ്ട് പറ്റിക്കപ്പെടുന്നവർ ഈ ബിഗ് ബോസ് എന്ന് ശരിക്കും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഷോ തന്നെയാണ്. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. മത്സരാർത്ഥികൾക്ക് കഴിവുകെട്ടവരാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയ പണിയല്ല. ഞാനും ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയ പണിയല്ല. ഒരു കാര്യത്തെ കുറിച്ച് വാദിക്കണമെങ്കിൽ കൃത്യമായിട്ട് ആ സാധനം എന്താണെന്ന് അറിയണം. ാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരെല്ലാം കഴിവിട്ടവരാണോ? അവിടെ നിൽക്കുന്നവരൊക്കെ ഇത്രയും ദിവസം സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ഓരോരുത്തർ അക്കൗണ്ടിൽ കയറിയിട്ട് വോട്ട് ചെയ്യാന്നല്ല PR അർത്ഥം ആണോ? അങ്ങനെയാണോ? അപ്പൊ ഇവർക്ക് എങ്ങനെ വോട്ടിംഗ് ആവണത്? ഒരു ശവം കൂടി അപ്പൊ ഇങ്ങനെയാണ് ജനങ്ങൾ പറ്റിക്കാൻ പറ്റില്ല താങ്കൾ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ആയിട്ട് നിന്നുള്ള രീതിയിലേക്ക് താങ്കൾ തന്നെ ഉത്തരവില്ലാതെ നിലപാട് മാറ്റി. അത് അവിടെ ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. വല്ലാത്ത ചതിയായി. നിങ്ങൾക്ക് പറഞ്ഞ വഴി തന്നിട്ട് വരെ തന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് വഴി സംസാരിക്കാൻ സമ്മതിക്കാതെ ഇനി എന്നാ ശരിയാവില്ല, പോവാം.